കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ പതിവില്ലാത്ത വിധം ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി KPCCയുടെ ജനറൽ സെക്രട്ടറിയായ ജയന്താണ്. ഇവിടെ പരിചിതമില്ലാത്ത ഒരാളല്ല. ചെറിയ കാലം മുതൽ അല്ലെങ്കിൽ വിദ്യാർത്ഥി കാലം മുതലല്ല, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവസാന ലാപ്പിൽ എന്താ തോന്നുന്നത്? വലിയ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മാർജിന് ജയിക്കുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതൊരു 3-4 ഘടകങ്ങൾ അതിനകത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന്, കേരളത്തിലുടനീളം UDF തിരിച്ചു വരണമെന്നുള്ള ജനാഭിലാഷം അത് അതേ തീവ്രതയിൽ കോഴിക്കോടുണ്ട്. ഇവിടെ ആഡഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 20 വർഷക്കാലം ഇടതുമുന്നണിയുടെ MLA-മാരായിരുന്നു. 19 വർഷമായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുക. കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ആയിരുന്ന കോഴിക്കോട് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് കേരളത്തെ അതിനുശേഷം മുനിസിപ്പാലിറ്റിയായ കൊച്ചിയും തിരുവനന്തപുരം ഒക്കെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അതോടൊപ്പം ഈ കഴിഞ്ഞ 5 വർഷം ഇവിടെ MLA-യുടെ സാന്നിധ്യമേ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു രീതിയിലുള്ള പ്രചരണം അല്ല, ജനം അത് അവർക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരാൾ വന്ന് കാണുന്നുണ്ട് എന്നതിലപ്പുറത്ത് വികസന രംഗത്ത് ഒന്നും ചെയ്യുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ രീതിയിൽ ഇപ്പം നമ്മളോട് ആയിരക്കണക്കിന് ആളുകളാണ് പറഞ്ഞത്, ഡെലിവർ ചെയ്തിട്ടില്ല. ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു അധികാര സ്ഥാനത്തെത്തുമ്പോൾ അവിടെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഭാഗം ഞാൻ പറയുന്നതല്ല, ജനം എന്നോട് പറയുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു പറയാൻ ആഗ്രഹിക്കുന്ന ആളുമല്ല. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇവിടെ ഈ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷത്തിൻ്റെ ഒരു അവസ്ഥ ഉണ്ട്. അതിനു മുമ്പ് UDFന്റെ കാലത്ത് സുജനപാലും മുനീറും ഒക്കെ കമ്പൈൻഡ് ആയിട്ട് ഈ നഗരത്തിൽ മാറ്റിയ ഒരുപാട് വികസനങ്ങളുണ്ട്. ഇപ്പോൾ മാനാഞ്ചിറ സ്ക്വയർ ഉൾപ്പെടെ ബീച്ച് ഉൾപ്പെടെ ഇതൊക്കെ UDFന്റെ കാലത്തുണ്ടായത്. അതുപോലെ ജനത്തിന് വിസിബിളായ ഒന്നും ഈ മണ്ഡലത്തിന് ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രതിഷേധമുണ്ട്. 2, UDF ഗവൺമെന്റ് വരണം എന്നുള്ളത്. 3, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ജനിച്ചു വളർന്ന നഗരം, സ്കൂൾ മുതൽ 10-12 വർഷം കോളേജ് പഠിച്ച് ഈ നഗരത്തിൽ ജനിച്ച് ജീവിച്ച ഒരാളാണ്. വലിയ ഒരു സൗഹൃദവലയം ഈ നഗരത്തിലുണ്ട്. അവരൊക്കെ വളരെ പരസ്യമായി രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ അപ്പുറത്ത് അവരൊക്കെ ഡോർ ടു ഡോർ ക്യാമ്പയിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളും കൂടി ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ഷനാണ്. വലിയ കംഫർട്ടബിളായ മാർജിന് ജയിക്കുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFിനും വലിയ മുന്നേറ്റം ഉണ്ടായ ജില്ലയാണ് കോഴിക്കോട്. അതിന്റെ ഒരു ഫലം നിയമസഭയിൽ പ്രതീക്ഷിക്കുന്നത് ഉറപ്പായും. കേരളത്തിൽ UDF കണക്ക് കൂട്ടിയതിലപ്പുറത്ത് തിരിച്ചുവരവ് കോഴിക്കോട് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ നിങ്ങളാണത് ആദ്യം റിപ്പോർട്ട് ചെയ്ത് ഓർക്കുന്നുണ്ടാവും. ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം വെറും 64 വോട്ടിനാണ് ഈ കോഴിക്കോട് കോർപ്പറേഷൻ UDFന് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊക്കെ ജനത്തിനറിയാം. ഒരു ചെറിയ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഭരണം മാറ്റം ഉണ്ടാകുമായിരുന്നു, നഗരത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ആ തെറ്റ് തിരുത്തണം എന്നുള്ള ഒരു വാശിയിലപ്പോൾ ഇവരൊക്കെ UDFന്റെ പ്രവർത്തകരൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ UDF പ്രവർത്തകർ, കാരണം 10-20 വർഷം മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് നിർത്തിപ്പോയ ആളുകളടക്കം നമ്മൾ ആരും പറഞ്ഞിട്ടല്ല, സ്വമേധയാ വന്ന് ഒരു കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റിൽ UDFന്റെ മുഴുവൻ പ്രവർത്തകരും, അതോടൊപ്പം ഇത് പ്രവർത്തകർ മാത്രമല്ല ജനം നമ്മളെ കൂടിയാണ്. ജനം ഇത് മാറണമെന്ന് വളരെ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്. ആ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് അനുകൂലമായിട്ട് ഒന്നും എതിരായിട്ട് ഞാൻ കാണുന്നില്ല. വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന ഉറച്ചു വിശ്വസിക്കുന്നു. കോഴിക്കോട് 10-20 വർഷം കോൺഗ്രസിന്റെ UDFന്റെ MLA കോൺഗ്രസിന്റെ MLA ഇല്ലാത്ത സ്ഥലമാണ്. ഇത്തവണ അത് മറികടക്കുമെന്ന് മാത്രമല്ല, ഒന്നിലധികം MLA 100% കോൺഗ്രസിന്റേതല്ല. കോൺഗ്രസിന് 5 പേരാ മത്സരിക്കുന്നത്. 5 പേരും ജയിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ UDFന്റെ മുഴുവൻ MLA-മാരും ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ, ഒരു പക്ഷേ മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ MLA-മാരെ UDFന് നൽകാൻ പോകുന്നത് കോഴിക്കോടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. തിരിച്ചു പിടിക്കുന്ന ആത്മവിശ്വാസം 100%. ഈ നോർത്ത് മണ്ഡലം എന്താ പറയുക, നമ്മളെ പൊക്കിൾക്കൊടി ബന്ധം പോലെയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ ഓരോ വീടുകളിൽ ഞാൻ ഏതാണ്ട് ഒരു 80,000 ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു പക്ഷേ രാവിലെ 5 മണിക്ക് ക്യാമ്പയിൻ ആരംഭിക്കും. ഒരു ദിവസം ഒരു 1500 വീട് ഞാൻ കയറുന്നുണ്ട്, ഓടി കയറുന്നുണ്ട്. അപ്പോൾ അവിടെ കാണുന്നിടത്തൊക്കെ ഒരു 10 ആളെ കാണുമ്പോൾ അതിലൊരു 4 ആൾക്ക് വ്യക്തിപരമായി നമ്മളെ അറിയുന്നതിലപ്പുറത്ത് നമ്മുടെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ അവരെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർ പോകുന്നതിൻ്റെ അപ്പുറത്താട്ടോ സ്പെസിഫിക് ആയിട്ട് ഇന്നയാൾ പറഞ്ഞു നിങ്ങളുടെ കൂടെ പിടിച്ചാളെന്ന്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. 2, അവർ പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ഗവൺമെന്റ് മാറണം, അപ്പം നിങ്ങൾ ജയിക്കാൻ വേണ്ടി ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് എന്നുള്ള, എവിടെയെങ്കിലും നമ്മളെടുത്തുന്ന ഒരു പാളിച്ച പറ്റുക എന്നുള്ളൊരു ഭയത്തിലാണ് ജനം നിൽക്കുന്നത്. തീർച്ചയായും വലിയ ആത്മവിശ്വാസമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയായി UDFന് വലിയ വിജയം ഇവിടെ ഉണ്ടാകും. അതിൽ നോർത്തും ഉണ്ടാകുമെന്ന് ഉറപ്പു പറയുകയാണ് ജയന്ത്. ദേശൽ പിലാശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ അവർ, കോഴിക്കോട്.